അനഘയുടെ വരവ് കാത്തിരിക്കുകയായിരുന്നു ആദർശ്. ക്ഷേത്രത്തിൽ പോയതാണെങ്കിൽ പ്രസാദമൊന്നും കയ്യിൽ കാണുന്നില്ലല്ലോ എന്ന് ജയൻ ദേവയാനിയോട് ചോദിച്ചു. അത് മുഖം കഴുകിയപ്പോൾ പോയതാണെന്ന് ദേവയാനി ജയനോട് കള്ളം പറഞ്ഞു. വല്യമ്മ പറയുന്നത് കള്ളമാണെന്ന് അനിക്കുൾപ്പെടെ എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ ആദർശിനോട് നീ എന്താ മുഖം വീർപ്പിച്ചിരിക്കുന്നതെന്ന് ദേവയാനി ചോദിച്ചു. മുഖത്ത് നീരെന്ന് ആദർശ് മറുപടി പറയുന്നത് കേട്ട് എനിക്ക് ശരിക്കും ചിരി വന്നു. അതേസമയം ദേവയാനി വരുന്നത് കാത്തിരിക്കുകയായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും. ദേവയാനിയെ ഒന്ന് പരീക്ഷിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. എന്തായാലും കരൾ ദാനം ചെയ്ത പെൺകുട്ടിയും ഭർത്താവും നാട്ടിൽ വന്നിട്ടുണ്ടെന്നും ദേവയാനിയോട് പോയി കാണണമെങ്കിൽ കാണൂ എന്നും അവർ പറഞ്ഞു. അതേസമയം തനിക്ക് നയനയുമായി മുന്നോട്ട് പോകാനാവില്ലെന്ന കടുത്ത തീരുമാനം താൻ എടുത്തിട്ടുണ്ടെന്ന് ആദർശ് അമ്മയോട് പറയുന്നു. ഇവരെല്ലാം സത്യം അറിഞ്ഞ കാര്യം ദേവയാനിക്ക് മനസ്സിലായിട്ടുമില്ല. എന്നാൽ വീട്ടിൽ മൊത്തത്തിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന കണ്ടെത്തലിലാണ് ജലജ. അക്കാര്യം അവൾ അഭിയോട് പറഞ്ഞു. അഭിയാവട്ടെ അനഘയെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്നോർത്ത് ടെൻഷൻ അടിച്ചിരിപ്പാണ്. അനഘയാവട്ടെ അനന്തപുരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അഭിയെ ഫോൺ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അവൾ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് അവളെ തടയാനുള്ള ഓട്ടത്തിലാണ് അവൻ. എല്ലാം ശരിയാക്കാമെന്നും എനിക്ക് നീ കുറച്ചുകൂടി സമയം തരണമെന്നും പറഞ്ഞ് അഭി അവളെ ആശ്വസിപ്പിച്ചു. പക്ഷേ അവൾക്ക് അഭിയെ വലിയ വിശ്വാസമൊന്നുമില്ല. അനഘയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നവ്യയെ കൂട്ടുപിടിച്ചേ മതിയാകൂ എന്ന് അവനറിയാം. അതുകൊണ്ട് നവ്യയോട് സ്നേഹാഭിനയം തുടരാൻ അഭി തീരുമാനിച്ചു. ഇവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.